നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമന്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് എന്ന് പറയുന്ന MLA, കൽപ്പറ്റയുടെ MLA പ്രസംഗിക്കാൻ കയറുമ്പോൾ കൂക്കി വിളികൾ കൊണ്ടാണ് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. സ്വീകരിക്കുകയായിരുന്നു, തിരസ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. എങ്കിൽ തന്നെയും അദ്ദേഹത്തെ കൂക്കി വിളിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കൂക്കിവിളിയെല്ലാം ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും തലയിലേക്ക് കൊട്ടിയിടാനാണ് അവർ ശ്രമിച്ചത്. CPM-കാർ പുറത്തുനിന്ന് ആളിനെ വിളിച്ചുകൊണ്ട് വരുന്നു. പുറത്തുനിന്ന് ആൾക്കാർ എത്തിയിട്ടില്ല എന്ന് പറയുന്നില്ല. കാരണം പുറത്തുനിന്ന് എന്തുകൊണ്ട് ആളുകൾ ആ ചടങ്ങിലേക്ക് എത്തി? അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കുറേയധികം ആൾക്കാരെ ബസ് വിളിച്ചും ട്രെയിൻ കയറ്റിയും വയനാട്ടിലേക്ക് എത്തിച്ചതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സ്വാഭാവികമെന്നോണം ഇതൊരു അത്ഭുതമായി തന്നെ നമ്മുടെ നാട്ടുകാർക്ക് തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വലിയ കളിസ്ഥലം, ഒരു ടൗൺഷിപ്പ് നിർമ്മാണം. നമ്മൾ ഈ സിനിമകളിലൊക്കെയാണ് പലപ്പോഴും ഈ ടൗൺഷിപ്പ് സെറ്റ് ഇട്ടൊക്കെ കണ്ടിട്ടുള്ളത്. അത് വെറും സെറ്റുകളാണ്. ഇതിന്റെ ആവശ്യം കഴിയുമ്പോൾ പൊളിച്ചു നീക്കുന്ന സാധനങ്ങളാണ്. അതേസമയം ഇങ്ങനെ ഒരു റിയാലിറ്റി നമ്മൾ കാണുന്നത് ഒരുപക്ഷെ വയനാട്ടിൽ നിന്നായിരിക്കും. വീട് വെച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സുനാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, ഓഖിയുമായി ബന്ധപ്പെട്ട് വീടുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തിരുവനന്തപുരത്ത് വെച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒരുപക്ഷെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവം തന്നെയാണ്. വീടിനോട് ചേർന്നിട്ട് കളിസ്ഥലങ്ങൾ ഉണ്ടാവുന്നു, വാട്ടർ ഈ പറയുന്ന ജലസംഭരണികൾ എന്ന് വെച്ചാൽ സകല സാധനങ്ങളും, ചെറിയ ചെറിയ പാലങ്ങൾ പോലും അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലേക്ക് അത് ശരിക്കും ആൾക്കാർ അവിടെ എത്തുകയും കാണുകയും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ജനം അവിടേക്ക് ഇരച്ചു കയറി എത്തുകയും ആ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കാളികളാകുകയും ചെയ്തു. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലാതെ CPM-കാർ കൂലിക്ക് ആളിനെ വിളിച്ചുകൊണ്ട് വന്നു, അവിടെ നിർത്തി. ഈ പറയുന്ന പോലെ ഇതിന് പലപ്പോഴും ഉണ്ടാകാവുന്ന ആരോപണങ്ങളാണ്. ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ചുകൊണ്ട് വന്ന് മുദ്രാവാക്യം വിളിപ്പിച്ചു എന്നോ, ഇനി അതല്ല മറ്റു ചില ആളുകളെ കൊണ്ടുവന്ന് മുദ്രാവാക്യം വിളിപ്പിച്ചു തുടങ്ങിയ ഒരുപാട് പരാതികൾ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമെന്നോണം ഇത് ടി സിദ്ദീഖിനെ കൂക്കി വിളിച്ചത് അവിടെയുള്ള ആളുകൾ തന്നെയാണെന്നേ, അല്ലാതെ പുറത്ത് DYFI-ക്കാർ ഒന്നും അല്ല. DYFI-യിൽ നമ്മൾ അപ്പോഴും നോക്കിക്കോളൂ, അവിടെ വസീഫ് എന്ത് ചെയ്തു? സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഓടി നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ഓടി നടന്നിട്ട് നിങ്ങൾ കൂവാതിരിക്കൂ, നിങ്ങൾ കൈയടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് DYFI-യുടെ ഒരു പറ്റം ആളുകൾ ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് എനിക്ക് തോന്നുന്നു കൈരളി TV-യിൽ കാണിച്ചപ്പോൾ പലരും പറഞ്ഞു കൈരളി TV-ക്ക് ഇങ്ങനെ മനഃപൂർവ്വം ഒരു പ്രൊമോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ലെവലിൽ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ അങ്ങനെയല്ല. ശരിക്കും മറ്റു ചാനലുകളും ഇത് കാണിച്ചു. വസീഫ് നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ കൂവാതിരിക്കൂ, കൈയടിക്കൂ എന്ന് ആംഗ്യം കാണിക്കുന്നു. അല്ലെ സ്വാഭാവികമെന്നോണം ഇതൊരു പാർട്ടിക്ക് ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ഈ രീതിയിൽ ടി സിദ്ദീഖിനെ തകർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും വസീഫിനെ പോലെയുള്ള അല്ലെങ്കിൽ DYFI-യുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ച് നിങ്ങൾ കൂവരുത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കൂവുന്നവർ കൂവിക്കോട്ടെ, കാര്യം കിട്ടേണ്ടത് ടി സിദ്ദീഖിനാണല്ലോ. എന്ന് വെച്ചാൽ സിദ്ദിഖ് മോശക്കാരനാണെന്നുള്ളത്. പക്ഷെ സിദ്ദിഖ് ഇടയ്ക്കൊരു ഹൈജാക്കിംഗ് പരിപാടി കാണിച്ചു. സിദ്ദിഖിന് കിട്ടിയ കൂവൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞ ദിവസം വന്ന പ്രിയങ്ക ഗാന്ധിക്ക് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അവിടേക്ക് വന്നിറങ്ങിയ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അർഹതപ്പെട്ടതാണ്. ഇവർക്കൊക്കെ അർഹതപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവിന് അർഹതപ്പെട്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതപ്പെട്ടതാണ്, ടി സിദ്ദിഖിന് അർഹതപ്പെട്ടതാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങനെ നിരവധി സുധാകരൻ അർഹതപ്പെട്ടതാണ്. കോൺഗ്രസിലെ ഒട്ടുമിക്ക പ്രമുഖ നേതാക്കന്മാർക്കും അർഹതപ്പെട്ട കൂവലാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ പ്രതിനിധിയായി അവിടെ വന്നു നിന്നുകൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് പോയത് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വയനാടുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് നമ്മുടെ MP ആയിട്ടിരിക്കുന്ന ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം പോലും 1 കോടി രൂപ കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്ന്. പക്ഷേ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി, നമുക്ക് ആദ്യം പ്രിയങ്ക ഗാന്ധി എടുക്കാം. പ്രിയങ്ക ഗാന്ധി നമ്മുടെ കേരളത്തിലേക്ക് വരികയും കഴിഞ്ഞ ദിവസം ശിലാസ്ഥാപനത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 1 രൂപ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. സംസ്ഥാന സർക്കാരിലേക്ക് CMDRF എന്ന് പറയുന്ന ഒന്നിലേക്ക് 1 രൂപ പോലും ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നു. ഈ CMDRF എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ ആ ഒരു തുക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ നിധി എന്തിനു വേണ്ടിയിട്ടാണ്? അത് പിണറായി വിജയന്റെ സ്വന്തം നാട്ടിലെ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ബാങ്കിലുള്ള, സഹകരണ സ്ഥാപനത്തിലുള്ള, സഹകരണ സംഘത്തിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് മാറാൻ പറ്റുന്ന തുകയല്ല അത് സംസ്ഥാനത്തെ ഇനിയിപ്പോൾ നാളെ പിന്നെ ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രി ആയാലോ, ടി സിദ്ദിഖ് മുഖ്യമന്ത്രി ആയാലോ, ഇനി അതല്ല രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ആയാലോ, ഈ CMDRF എന്ന് പറയുന്ന ആ ഫണ്ട് അവിടെ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് കുറെ തുക എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ധർമ്മടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല.
ഇതിന്റെ ഒരു സാങ്കേതികത്വത്തെ പോലും മനസ്സിലാക്കാതെ ഇമാതിരി പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഒരാളായി പോയല്ലോ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു MP എന്ന് ഉള്ള ആലോചന സ്വാഭാവികമായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. ആ പ്രിയങ്ക ഗാന്ധിക്കുള്ള നല്ല ഒച്ചത്തിലുള്ള കൂവലാണ്. കാര്യം പ്രിയങ്ക ഗാന്ധി അവിടെ ഇല്ലാതായി പോയി. ആ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള കൂവലാണ് ജനം നൽകിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചെയ്തു ഈ പറയുന്ന വയനാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു? സ്വന്തം കയ്യിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തു കൊടുത്തിട്ടില്ല. സ്വന്തം കയ്യിൽ നിന്ന് പറഞ്ഞാൽ MP ഫണ്ടിൽ നിന്ന് പോലും ഒരു രൂപ എടുത്തു കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്കറിയാം ഒരു മാസത്തെ സാലറി ചോദിച്ച സർക്കുലർ ഈ കോൺഗ്രസ്സുകാർ തെരുവിലിട്ട് കത്തിക്കുന്ന കാഴ്ച കണ്ടു. അന്ന് എല്ലാവരും കൈയടിച്ചു. എന്തിനാണ് ഞങ്ങളുടെ ശമ്പളം കൊടുക്കുന്നത്? കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന ചെയ്ത പരിപാടിയാണ്. എന്തിനാണ് ഞങ്ങളുടെ ശമ്പളം കൊടുക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ? അവരോടുള്ള കൂവലാണ് ടി സിദ്ദിഖിനോട് തീർത്തത്. അത്തരത്തിൽ തെരുവിലിട്ട് സർക്കാരിന്റെ ഓർഡർ കത്തിച്ചു കളഞ്ഞവർ, കീറിക്കളഞ്ഞവർ, അവർക്കെതിരെയാണ് ഈ കൂവലുണ്ടായത്. ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫണ്ട് പിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട് എന്നും സർക്കാരിന്റെ CMDRFലേക്ക് 1 രൂപ പോലും സംഭാവന ചെയ്യരുത് എന്ന് ആഹ്വാനം ചെയ്ത കോൺഗ്രസിലുള്ള ഓരോ നേതാക്കന്മാർക്കും എതിരായിട്ടുള്ള കൂവലാണ് സത്യത്തിൽ ടി സിദ്ദിഖിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിങ്ങളൊരു പ്രതിനിധിയാണ് ടി സിദ്ദിഖ്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവ്, ഒരു MLA എന്നുള്ള നിലയിൽ നിങ്ങൾ ആ മണ്ഡലത്തിൽ ആ സമയത്ത് ഉരുൾപൊട്ടലിന്റെ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഒരു മനുഷ്യനായതുകൊണ്ട്, നിങ്ങളൊരു MLA ആയതുകൊണ്ട്, ഒരു ജനപ്രതിനിധി ആയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പക്ഷെ ആ ഒരു ഉത്തരവാദിത്വത്തെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ടി സിദ്ദിഖ് പ്രതിനിധീകരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയിലെ മേലാഫീസർമാർക്ക് കഴിവില്ല എന്നുള്ളതാണ് ടി സിദ്ദിഖെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ CPMകാർ ആളിനെ ഇറക്കി കൂവിച്ചതല്ല. അത് നിങ്ങളുടെ വ്യവസ്ഥിതിയോട്, നിങ്ങളുടെ നേതാക്കന്മാരോടുള്ള പ്രതിഷേധമായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നു. KPC അധ്യക്ഷനായിരുന്ന K സുധാകരന് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട്, ഞങ്ങൾ പിരിവ് എടുത്ത് നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ആ K സുധാകരനുള്ള കൂവലായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ സർക്കാർ ഒന്നും ചെയ്യില്ല, ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള കൂവലാണ്. ഇവിടെ സർക്കാർ ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ട്, ആ സർക്കാർ തന്നെയാണ് ഈ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. 178 പേർക്ക് വീട് വെച്ചിട്ട് അവരുടെ കയ്യിലേക്ക് അവരുടെ താക്കോലെടുത്ത് കൈ കൊടുത്തത് ആ സർക്കാരാണെന്നേ. എന്തുകൊണ്ടാണ് VD സതീശൻ മനസ്സിലാക്കാതെ പോയത്? ആ VD സതീശന് വേണ്ടിയിട്ടുള്ള കൂവലായിരുന്നു, VD സതീശനെതിരായിട്ടുള്ള കൂവലായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത്. സിദ്ദിഖിന് മാത്രം അവകാശപ്പെട്ടതല്ല. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന നേതാവ് വന്നിട്ട് ഈ ടൗൺഷിപ്പിനുള്ളിലെ വീടുകൾ കയറി സന്ദർശിക്കാൻ ഉളുപ്പുണ്ടായിരുന്നോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. നാണമുണ്ടോ പ്രിയങ്ക ഗാന്ധി എന്ന് തീർത്ത് ചോദിക്കേണ്ടി വരും. എന്ത് സംഭാവന കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ വീടുകളിലേക്ക്, ഈ പൂർത്തീകരിച്ചു കിടന്ന ആ വീടുകളിലേക്ക് കയറി ഇറങ്ങിയതെന്ന് ഈ ജനം ചോദിക്കും. ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ പ്രിയങ്ക ഗാന്ധി എന്ന്. അങ്ങനെ ലേശം ഉളുപ്പിന്റെ ഒരു കണികയെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ടൗൺഷിപ്പ് സന്ദർശനത്തിന് വരത്തില്ലായിരുന്നു. എന്നിട്ട് പ്രിയങ്ക ഗാന്ധി ഒന്ന് ആണിതപ്പുക കലണ്ടർ തൂക്കിയിടാൻ. അതല്ലേ പ്രിയങ്ക ഗാന്ധി ഉണ്ടായത്? അപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു MPയെ കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ വയനാടുകാർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും പ്രിയങ്ക ഗാന്ധി എന്ന് അവർക്കുള്ള കൂവൽ കൂടിയാണ് ഇവിടെ കിട്ടിയത്. ഒരു പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച രാഹുൽ ഗാന്ധിക്കുള്ള കൂവലാണെന്ന് കിട്ടിയത്. ഞാനും പെങ്ങളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചും ഞങ്ങളെ തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് ചോദിച്ചതിനെ കുറിച്ചും എന്തിനാണ് ഒരു ജനത്തിന്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന, അത് പിന്നെ പാർട്ടി പരിപാടിയായിരുന്നു, അത് വേറൊരു കാര്യം. അതാണോ വയനാട്ടിലെ ജനങ്ങളോട് പറയേണ്ടത്? ഞാനും സഹോദരിയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചും വഴക്കിനെ കുറിച്ചും ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് പറയാനും മാത്രം അപക്വമതിയായ ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിന് യാതൊരു സംശയവുമില്ല. ആ അപക്വമതിയായ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ മനസ്സിലായി പക്വത എത്രത്തോളം എത്തിയ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം. ആ രാഹുൽ ഗാന്ധിക്കെതിരായുള്ള കൂവലായിരുന്നേ ടി സിദ്ദിഖെ നിങ്ങൾക്ക് കിട്ടിയത്. സ്വന്തം കുടുംബ പ്രശ്നം വന്നു നിന്നുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പോലും മാർഗമില്ലാതെ വീട് കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് കുടുംബ പ്രശ്നം വെച്ച് കീറുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നില വിട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനെതിരെ കൂവിയതാണ് ടി സിദ്ദിഖെ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, ഇനിയും കിട്ടും. കാര്യം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ കൂടെയുള്ളവർ ചെയ്യാത്തത് കൊണ്ടാണ് സിദ്ദിഖെ നിങ്ങളിത് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. രമ്യ ഹരിദാസ് പോലും അവരെ വിനോദയാത്രക്കാരെന്ന് വിളിച്ചില്ലേ ഫേസ്ബുക്ക് പോസ്റ്റിൽ? അങ്ങനെ എന്തോ ആണ്. ഇത് കൂടാതെ ഈ ജനങ്ങളെ മുഴുവൻ കണ്ണിൽ നോക്കി വഞ്ചിച്ചുകൊണ്ട്
അവർക്ക് കിട്ടിയ പണം മുഴുവൻ വേറെ എന്തൊക്കെയോ ചില പരിപാടികൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്ത ഒരു MLA ഉണ്ടായിരുന്നു പാലക്കാട്. ഇപ്പോഴും ഉണ്ട് ആ MLA. ആ കിട്ടിയ പണം മുഴുവൻ, വയനാടുകാർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം മുഴുവൻ എവിടെ കൊണ്ട് കലക്കി എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിരന്തരം വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓജോ ജനീഷ് എന്ന് പറയുന്ന ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ. ഈ പണമൊക്കെ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു തരത്തിലുമുള്ള ഒരു അറിവ് പോലുമില്ല. അതൊക്കെ ആര് മുക്കിക്കൊണ്ടുപോയി? ഒരു പെണ്ണുപിടിയനായ ഒരു MLA ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് നടത്തിയ പിരിവാണ്. ആ പെണ്ണുപിടിയനെതിരായിട്ടുള്ള കൂവലായിരുന്നു ടി സിദ്ദിഖെ നിങ്ങൾക്ക് കിട്ടിയത്. കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീടും ഒരുമിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് നേരെയുള്ള കൂവലായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ടി സിദ്ദിഖെ നിങ്ങളൊരു പ്രതീകം മാത്രമാണ്, ഒരു പ്രതിനിധി മാത്രമാണ്. ഇമാതിരി നെറുകേടുകൾ വയനാടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഓരോ നേതാക്കന്മാർക്കും എതിരായിട്ടുള്ള കൂവലാണ് അതിന്റെ പ്രതിനിധിയായി നിങ്ങൾ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ട് പോയത് എന്നുള്ള അർത്ഥം. അത് തന്നെയാണ് യാഥാർത്ഥ്യം. അല്ലാതെ CPM-കാരും DYFI-ക്കാരും കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ടി സിദ്ദിഖിനെ കൂവി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആളിനെ ഇറക്കി എന്ന് പറയുന്ന വെറും വൃത്തികെട്ട ഒരു ആരോപണം ഉണ്ടല്ലോ, ആ ആരോപണത്തിന് കഴമ്പില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. ഇപ്പൊ വിശദീകരിച്ചപ്പോൾ കൃത്യമായി മനസ്സിലായി കാണും. എന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ DYFI-ക്കാർ കൂവിച്ചു, അവിടെയും DYFI-ക്കാർ കൂവരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ജനത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. നിങ്ങൾ കൂവരുത്, കൈയടിക്കൂ എന്ന്. ടി സിദ്ദിഖാണ്, MLA ആണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. UDF-ൽ പെട്ട അതേ പാർട്ടി അതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി മുസ്ലിം ലീഗുകാർ വീട് കൊടുത്തു കുറച്ചു പേർക്ക്. 75ഓളം വീടുകൾ അവർ കൊടുത്തു, അല്ലെ? എന്നിട്ടോ അവരുടെ വീട് വെച്ച് കൊടുത്തു. എന്നിട്ട് പോലും ഇവിടെ ഭരിക്കുന്ന ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക്, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക്, അതിന്റെ പ്രതിനിധികൾക്ക് കേരളത്തിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഈ പാവപ്പെട്ടവരുടെ കട എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ദേശീയ നേതാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഈ വയനാടിന്റെ മണ്ണിലോട്ട് കാലി ഔട്ടുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കാലി ഔട്ടാൻ എന്ന് ജനം ചോദിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടി സിദ്ദിഖെ നിങ്ങൾ പറയേണ്ടി വരിക. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറയേണ്ടി വരും, അല്ലാതെ വേറെ ആരും നിങ്ങൾക്കൊപ്പം ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടി സിദ്ദിഖ് കൂവൽ സഹിച്ചത്. ഒരുപക്ഷെ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രതിനിധിയാണ്. അതായത് ഈ ജനങ്ങളെ വഞ്ചിച്ച, ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളോട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജനങ്ങളുടെ വികാരങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത, അതിനെ ഒരു ഘട്ടത്തിൽ പോലും പരിഗണിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനുള്ള കൂവലുകളാണ് സിദ്ദിഖെ നിങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ യാതൊരു തെറ്റുമില്ല പറയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.